എൻ്റെ കടയുടെ തൊട്ടടുത്ത് മറ്റു പല കടക്കാരുണ്ടെങ്കിലും പ്രഭാകരൻ്റെ ടൈലറിങ് കടയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. മാത്രമല്ല, പ്രഭാകരൻ അറിയാത്ത വിഷയങ്ങളില്ല. ഏത് സംശയങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നത് പ്രഭാകരൻ്റെ അടുക്കാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും അതൊക്കെ പ്രഭാകരനോട് ചോദിച്ചാൽ പ്രഭാകരന് അതിൻ്റേതായിട്ടുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. എന്തായാലും ഞാൻ പ്രഭാകരനൊരു ഗുരു പോലെയാണ് ആ കാലഘട്ടത്തിൽ ഞാൻ കണക്കാക്കിയിരുന്നത്. പ്രഭാകരന്റെ പഞ്ചാരപ്പാട്ട് കേട്ട് ഇന്നസെന്റ് പ്രഭാകരന്റെ കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു കുരിശു പോലെ ഇന്നസെന്റിന്റെ കടയിലേക്ക് ഒരു വൃദ്ധൻ വന്നു. അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ലായിരുന്നെങ്കിലും അയാൾ കടയിൽ വന്ന പെൺകുട്ടികളുടെ മുന്നിൽ ഇന്നസെന്റിനെ കളിയാക്കി സംസാരിച്ചു. ഇന്നസെന്റിനാകട്ടെ അതൊട്ടും പിടിച്ചുമില്ല. വൃദ്ധൻ പോയതിനു പിന്നാലെ ഇന്നസെന്റ് പ്രഭാകരന്റെ കടയിലേക്ക് തിരിച്ചു. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഇങ്ങനെയുണ്ടോ കിളവന്മാര്? പോയി. എന്താടാ കാര്യം? അല്ല പ്രഭാരേട്ടാ, എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ എന്ത് വേണമെന്ന് പറയാൻ 1 മണിക്കൂർ വേണം ആ വല്യപ്പന്. എന്നാലും നിന്റെ അമ്മമ്മയുടെ പ്രായമല്ലടാ, അതെങ്കിലും ഓർക്കാൻ പാടില്ലേ? അറിഞ്ഞിടത്തോളം വല്യപ്പന് ഏതാണ്ട് അതേ സ്വഭാവം തന്നെയാ. ഇത്ര പ്രായമായി എന്നിട്ടും വർത്തമാനം കേട്ടാ മോന്തക്കിട്ട് കുത്താൻ തോന്നും. അങ്ങേരോട് നിനക്ക് ഇത്ര ദേഷ്യം തോന്നാൻ എന്താ കാര്യം? ആ പൊട്ട് മേടിക്കാൻ വന്ന പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ചാ ഒരു കളിയാക്കല്. അപ്പൊ അതാണ് കാര്യമല്ലേ? പ്രഭാരേട്ടാ, പഞ്ചാരപ്പാല് മിഠായി പഞ്ചാരപ്പാല് മിഠായി ആർക്ക് തരും? ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പാട്ടുണ്ടാക്കണേ? നിനക്കറിയോ, ഞാൻ പാട്ട് പാടുക മാത്രമല്ല, ഞാൻ കവിത എഴുതും. ആ കവിത എഴുതുവോ? അതേടാ. എങ്കിൽ പ്രഭാരേട്ടൻ എഴുതിയൊരു കവിത ചൊല്ലിയേ. അല്ല, അതിപ്പോ ഒരു മൂഡില്ല. ഒരു കവിത ചൊല്ലു പ്രഭാരേട്ടാ. ശരി, ഇന്നലെ ഞാൻ എഴുതിയൊരു കവിത നിനക്ക് വേണ്ടി ചൊല്ലാം. തയ്ക്കാനായി ജനിച്ചവൻ ഞാൻ, തയ്യൽ മെഷീൻ ചവിട്ടാൻ ഞാൻ, തുണി അളന്ന് മുറിക്കാൻ ഞാൻ, തയ്ച്ച് 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 തയ്യൽക്കാരനായ ഞാൻ ഇതാ ഇതാ. എന്താടോ ഇത്? ഷർട്ട്. അത് മനസ്സിലായി. ഷർട്ട് താൻ എങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുന്നത്? എന്താ പെങ്ങളേത്, ഈ ഷർട്ടിന് എന്തോ ഒരു കുഴപ്പമൊന്നേ? ഒരു കുഴപ്പമില്ലേ? എന്താടോ ഇതിന്റെ കൈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു കൈ ചെറുതും ഒരു കൈ വലുതും. ഇതെങ്ങനെ എന്റെ മോനിടും? ഇതാണ് ഇത്ര വലിയ കാര്യം. എന്റെ പെങ്ങളെ, ഈ നീളമുള്ള കൈയുടെ നീളം കുറച്ചാ പോരെ? അപ്പൊ ശരിയാവൂലേ? അപ്പൊ 2 കൈ നീളം കുറഞ്ഞു പോവില്ലേ? എന്താടോ താൻ പൊട്ടം കളിക്കാ? ഫുൾ കൈ ഷർട്ട് തയ്ക്കാൻ തന്നിട്ട് ഒരു കൈ ഫുള്ളും ഒരു കൈ ഹാഫും തയ്ച്ചു വെച്ചിരിക്കാ. അല്ല, ഇതെങ്ങനെ പറ്റിന്ന് ആഹാ, അത് എന്നോടാ ചോദിക്കുന്നത്? അല്ല, എന്നോട് തന്നെ ഞാൻ ചോദിച്ചതാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഈ ഷർട്ടിന്റെ കൈയുടെ നീളം കൂട്ടി തരണം. ഷർട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇതെന്താടോ ഇത്? പാന്റ് ആണോ ട്രൗസർ ആണോ? എടോ പറയാൻ. ഇത് പാൻസ്. എന്താ? അല്ല, ട്രൗസറാ. തന്നെ ആരാടോ തയ്ക്കാൻ പഠിപ്പിച്ചത്? ബോംബെയിലെ ഒരു ഇംഗ്ലീഷുകാരനാ. ആ സായിപ്പിന്റെ പേര് ഏത് ചെകുത്താനെങ്കിലും ആവട്ടെ, എനിക്കിത് ഇന്ന് തന്നെ ശരിയാക്കി തരണം. അയ്യോ പെങ്ങളെ, ഇതത്ര ശരിയാക്കാനൊന്നുമില്ല. ഇതിപ്പോ ബോംബെയിലെ ഫാഷനാ. ബെർമൂഡ ബെർമൂഡ. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ വായിലെ പല്ലടിച്ചാൻ താഴെയിടും. പെങ്ങളെ, ബെർമൂഡ എന്ന് പറഞ്ഞ അനാവശ്യമല്ല. ഇതിന്റെ പേര് ബെർമൂഡ. ബോംബെയിലെ ഫാഷനാ ബെർമൂഡ. ഇനിയും താൻ ആ വാക്ക് പറഞ്ഞ എന്റെ വിധ മാറും. ഇംഗ്ലീഷ് അറിയില്ലെന്ന് വെച്ച് ഇംഗ്ലീഷ് ചീത്ത വിളിച്ചാൽ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? ശരി, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ ട്രൗസർ ഷർട്ടും എപ്പോ ശരിയാക്കി തരാൻ പറ്റും? അല്ല, അതിപ്പോ ഇപ്പൊ വേണ്ട, വൈകിട്ട് മതി. അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരും. ബാക്കി അപ്പൊ അറിയാം. എന്താ പ്രശ്നം ചേട്ടാ? നീ ഇതുവരെ ഇവിടെ നിന്ന് കേട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഒരു പ്രശ്നം അന്വേഷിക്കാൻ വന്നേക്കണം. എടാ, ഇവിടെ ഇത്രയും വലിയൊരു ലഹള നടന്നിട്ട് അതുവരെ എന്റെ കൂടെ നിന്ന് നീ ഇവിടെ നിന്ന് മുങ്ങിയില്ലടാ. ഞാൻ മുങ്ങിയതല്ല ചേട്ടാ. എന്റെ മുന്നിൽ നിർത്തി ആ സ്ത്രീ എന്തെങ്കിലുമൊക്കെ ചേട്ടനെ പറഞ്ഞാ അത് ഞാൻ കേട്ടില്ലേ എന്ന് ചേട്ടനൊരു ചമ്മലുണ്ടാവില്ലേ? അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ ഇവിടുന്ന് അങ്ങ് മാറി തന്നത്. അല്ലെങ്കിൽ തന്നെ ചേട്ടൻ എന്തിനാ എൻ്റെ കൂട്ട്? ഒറ്റയ്ക്ക് നിന്ന് 4-5 പേരെ അടിച്ചിടുന്ന ബോംബെയിൽ ഗുണ്ടകളോട് പോരാടിയിട്ടുള്ള ചേട്ടന് എൻ്റെ കൂട്ട് വേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കൂ? അല്ല, ചേട്ടൻ പറയും.
അങ്ങനെയാണെങ്കിൽ സംഗതി ഓക്കെ. ഞാൻ വിചാരിച്ച് ഞാൻ ചേട്ടനെ ഒറ്റക്കിട്ട് മുങ്ങിയാണെന്നല്ലേ? അപ്പ ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ എന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറി. എന്നാലും പെണ്ണുങ്ങളടഞ്ഞ മെരുക്കിയെടുക്കാൻ പ്രഭാരേട്ടന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് കേട്ടോ. അതിലെന്തത്ര സംശയം? ഇപ്പൊ കണ്ടില്ലേ, മല പോലെ വന്ന് എലി പോലെ പോയത്. എന്ന് സമാധാനിക്കാൻ വരട്ടെ. അവര് പറഞ്ഞത് കേട്ടല്ലോ, വൈകിട്ട് വരുമ്പോ ശരിയാക്കി കൊടുക്കണമെന്ന്. നീയെല്ലാം കേട്ടു അല്ലേ? പിന്നെ അല്ലാതെ. അല്ലെങ്കിൽ തന്നെ എന്തായി തയ്ച്ചു വെച്ചിരിക്കണേ? ഇതിനെ എങ്ങനെ ശരിയാക്കാനാ? ഇതുപോലത്തെ പുതിയ തുണി വാങ്ങി തയ്ച്ചു കൊടുക്കണം, അല്ലാതെ എങ്ങനെ? ചങ്കി തീ കോരിയിടുന്ന വർത്തമാനം പറയലടാ ഇന്നസെന്റ്. ഞാൻ പറയണതാ കുറ്റം. വൈകിട്ട് അവർ വന്ന് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുകയും അരുതാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്താൽ ചേട്ടൻ എന്ത് ചെയ്യും? അത് ഓർക്കുമ്പോഴേ എനിക്ക് ചെയ്യപ്പോ. ഹലോ, എന്തേ? ഈ തുണി കൊണ്ട് ഒരു ഷർട്ട് തയ്ക്കണം. ഇല്ല, ഇന്നിന് തയ്യലൊന്നും എടുക്കണില്ല. ഇഷ്ടം പോലെ തയ്ക്കാനുണ്ട്. വളരെ അത്യാവശ്യമാണ്. എന്റെ സഹോദര, ഇവിടെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന തന്നെ തയ്ച്ച് തീർത്തു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാ. അല്ലെങ്കിൽ വേണ്ട, ഈ തുണി വെച്ചൊരു ഷർട്ടും 3 കർച്ചീഫും ബാക്കി തുണി കൊണ്ടുവന്ന് അളന്നു നോക്കി പറഞ്ഞാൽ മതി. ഇതെപ്പോഴാ വേണ്ട ഏട്ടന്? എന്ത്? അല്ല, ഷർട്ട് തയ്ച്ചപ്പോഴാ വേണ്ടത്. തയ്ക്കണ്ട, ഞാൻ തയ്ക്കും. ഒരുപാട് തയ്യലുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞു, പക്ഷെ ഇത് തയ്ക്കാം. ആദ്യമായിട്ട് കടയിൽ ഷർട്ട് തയ്ക്കാൻ വന്നിട്ട് മടക്കി അയക്കുന്നത് ശരിയല്ലോ. അളവെടുക്കട്ടെ. 28. പ്രഭാരേട്ടോ, എങ്കിൽ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ. അളവ് കുറിക്കൊന്നും വേണ്ടേ? ഒക്കെ മനസ്സിൽ കുറിക്കണ്ട് ചേട്ടാ. അതെ, ഈ തുണിക്ക് ഇടം കുറവാണല്ലോ. എന്ന് വെച്ചാ? അതായത് വീതി കുറവാണെന്ന്. കഷ്ടിച്ച് ഒരു ഷർട്ട് തയ്ക്കാം എന്ന് വേണം. 2 ദിവസം കഴിഞ്ഞിട്ട് തരാൻ പറ്റുമോ? ഇന്നേക്ക് 5-ാം ദിവസം തരാം, പോരെ? എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. അല്ല, അങ്ങനെ വൈകുമെങ്കിൽ തയ്ക്കണ്ട. ശരി, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് പോര്. ഇനി ഒന്നും പറയണ്ട. ആദ്യമായിട്ട് വന്നതല്ലേ, ധൈര്യമായിട്ട് പൊക്കോ. ഞാനേറ്റ്. ഈശ്വരാ, അങ്ങനെ ഈ പ്രശ്നം കൊണ്ട് സോൾവ് ചെയ്ത് രക്ഷപ്പെട്ടു.